ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായുടെ ഈ സ്വാന്തന കൂടാരത്തിലേക്ക് സ്നേഹാദരോടുകൂടി വന്ദനം. യേശു തമ്പുരാൻ പറഞ്ഞ കഥകളിൽ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് കുറേയധികം ഉപമകളുണ്ടായിരുന്നു. ശുദ്ധമുള്ള മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായം 44-46 വരെയുള്ള 3 വചനങ്ങൾക്കകത്ത് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് ചെറിയ 2 കഥകൾ പറയുന്നുണ്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യമാണത്രേ. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പലതിനെയും ത്യജിക്കാൻ തയ്യാറായി അത്തരമൊരു ത്യാഗ മനോഭാവത്തിലൂടെയും ത്യാഗത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയും സ്വർഗരാജ്യത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവം സ്വന്തമാക്കുന്നതിനെക്കുറിച്ചാണ് പരാമർശം. ഈ നിധി എന്താണ് സത്യത്തിൽ? വയലിന് താഴെ ഒരു നിധിയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ യേശുതമ്പുരാൻ്റെ വലിയൊരു ആഹ്വാനമാണ്. വയലുകൾക്ക് താഴെ നിധിയുണ്ട്. നിധി എന്നൊരു സങ്കല്പം നമ്മളെ മലയാള നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത് പഴയ പറഞ്ഞ് ഇങ്ങനെ പൈതൃകമായി കൈമാറി കിട്ടുന്ന കഥകളിൽ ഭൂതം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കുടവും കുടത്തിനകത്തെ പൊന്നാണയങ്ങളൊക്കെയാണ്. സത്യത്തിൽ പഴയ കാലത്ത് നിക്ഷേപങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് സാധാരണക്കാർക്കുണ്ടായിരുന്ന ഒരു ഇടമാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണിനടി കുഴിച്ചിടുക എന്നുള്ളത്. പലായനം ചെയ്യേണ്ട പല സാഹചര്യങ്ങളുള്ള യുദ്ധങ്ങളും കെടുതികളും ക്ഷാമങ്ങളും ഒക്കെ വരുമ്പോൾ താമസിക്കുന്ന ഇടം വിട്ടുപോകേണ്ടി വരുമ്പോൾ ഇത് അനാഥമായി കിടക്കും. തിരികെ അങ്ങോട്ട് വരാൻ പറ്റാതെയും വരും. അങ്ങനെ കിടക്കുന്ന നിധികൾ വയലിൽ പണിയെടുക്കുന്ന ആളുകൾ ഉഴന്നു പോകുന്ന ഉഴവുകാരനത് കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് നിധിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ഈ നിധി എന്താ സത്യത്തിൽ? ഒരാത്മീയ ജീവിത വഴികളിൽ ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ നിധി യേശുവാണ്. യേശുവും യേശു തരുന്ന നിത്യരക്ഷയും. TJ ജോഷു അച്ഛൻ്റെ ഒരു പുസ്തകത്തിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് നല്ല കുറച്ച് വായനകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിധി എന്ന് പറയുന്നത് യേശു തരുന്ന നിത്യജീവനുമാണ്. ഈ യേശുവിനെയും യേശു പ്രദാനം ചെയ്യുന്ന വാഗ്ദാനം ചെയ്ത ഈ നിത്യജീവനെ സംബന്ധിച്ചും നമുക്ക് എന്തുമാത്രം താല്പര്യവും അടുപ്പവും ആഭിമുഖ്യവും ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മളിൽ എന്തുമാത്രം ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിലേക്കാണോ നമ്മുടെ നിപ്പ്, നമ്മുടെ ചായ്വ് എന്നൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി എന്തുമാത്രം ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. യേശു എന്ന് പറയുന്ന ഒരു അനുഭവം അതൊരു നിധിയാണെങ്കിൽ ആ നിധി സ്വന്തമാക്കാനായിട്ട് എന്തുമാത്രം പരിശ്രമം എൻ്റെ പക്ഷത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത്തരം ശ്രമം, ജാഗ്രത, കാത്തിരിപ്പ് ഒന്നും ഇല്ലാതെ പോകുന്നു എന്നുള്ളത് എന്തുമാത്രം സങ്കടകരമായ കാര്യമാണെന്നറിയാം. ഒരപ്പൻ്റെ അടുത്ത് ഒരു ചെറിയ കൊച്ചൻ വന്നിട്ട് വളരെ ഒരു കൗതുകകരമായൊരു ചോദ്യം ചോദിച്ചു. അപ്പാ, എൻ്റെ ഉള്ളിൽ 2 കരടികളുണ്ട്. പെട്ടെന്ന് അപ്പനൊന്ന് ഞെട്ടി കേട്ടോ. എന്ത് പറ്റിയടാ? അപ്പോൾ ആ ഒരു ചെറിയ ചോദ്യമാണ്. അപ്പം ആലോചിച്ചിട്ട് മറുപടി പറയണം. എൻ്റെ ഉള്ളിൽ 2 കരടികളുണ്ട്. കരടികളുണ്ടെന്നുള്ളതല്ല കുഴപ്പം. നിരന്തരം ഈ കരടികൾ രണ്ടും യുദ്ധത്തിലേർപ്പെടും. അവരെപ്പോഴും മല്ല യുദ്ധത്തിലേർപ്പെടുന്നുണ്ട്. അപ്പം പറഞ്ഞു, ആയിക്കോട്ടെ, പ്രശ്നം എന്താണ്? എൻ്റെ ചോദ്യം ഇതാപ്പാ, യുദ്ധം കഴിയുമ്പോൾ ഏത് കരടി ജയിക്കും? അപ്പം കുറച്ച് നേരം ഒന്ന് ആലോചിച്ചിരുന്നിട്ട് മകനോട് പറഞ്ഞു, 2 കരടികളുണ്ട്. നീ ഏത് കരടിക്കാണോ കൃത്യമായ ആഹാരം, പരിചരണം, കരുതൽ, സ്നേഹം ഇവയൊക്കെ കൊടുക്കുക, അത് സ്വാഭാവികമായിട്ടും പുഷ്ടിപ്പെടുന്നുണ്ട്. കൊച്ചൻ തലയാട്ടി. ശരിയാണ്. നീ ഏത് കരടിക്കാണോ സ്നേഹം, ആഹാരം, പരിചരണം, ശ്രദ്ധയൊക്കെ കൊടുക്കാത്തത് അത് ശോഷിച്ച് ദുർബലമാവുന്നുണ്ട്. അതും പയ്യൻ സമ്മതിച്ചു. അങ്ങനെ പുഷ്ടി പ്രാപിച്ച ഒരു കരടിയും ദുർബലനായ ഒരു കരടിയും തമ്മിൽ നടത്തുന്ന മല്ലയുദ്ധമെന്ന് അതിനെ മാറ്റി പറയേണ്ടി വരും. അത് സമ്മതിച്ചു. അതിനകത്ത് യുക്തിയുണ്ട്. അങ്ങനെയുള്ള യുദ്ധത്തിന് അവസാനം പുഷ്ടി പ്രാപിച്ച കരടി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒത്തിരി ഗവേഷണം തന്നെ ഇത് നടത്തേണ്ട ആവശ്യമില്ല. പ്രശ്നം ഇതാണ്, യേശു എന്ന് പറയുന്ന അനുഭവത്തിനും അനുഭവം വാഗ്ദാനം ചെയ്ത നിത്യജീവനുമായി ബന്ധപ്പെട്ടാണോ നമ്മൾ നമ്മളെ പുഷ്ടിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ നിത്യവും ആഹാരം കൊടുത്ത് പോഷിപ്പിക്കുന്നത് പ്രകാശത്തിൻ്റെ ഭാഗത്തേക്കുള്ള ആഭിമുഖ്യങ്ങളോടാണോ, താല്പര്യങ്ങളോടാണോ, അതോ അന്ധകാരത്തിൻ്റെ ഇടങ്ങളോടും ശക്തികളോടും ആധിപത്യങ്ങളോടുമാണോ നമുക്ക് ആഭിമുഖ്യം? അപ്പോൾ നമ്മൾ ഏതിനെയാണോ പരിപാലിക്കുകയും കൊണ്ടു നടക്കുകയും
പരിപോഷിപ്പിക്കുകയും ചെയ്യുക. അതിനനുസൃതമായിട്ട് ആ ഭാഗം മേൽക്കൈ നേടും. സ്വാഭാവികമായിട്ടും അവഗണന ഉണ്ടാകുന്ന ഭാഗം തളരുകയും തീരുകയും ചെയ്യും. ഭൂരിപക്ഷം ആളുകളുടെ ഉള്ളിൽ ഈ തിന്മയുടെ ഭാഗത്തിന് ശക്തി വർദ്ധിച്ചു വരുന്നതിൻ്റെയും നന്മ വളരെ ശോഷിച്ച് ദുർബലമായി പോകുന്നതിൻ്റെയും കാരണം വേറെ ഇനി അന്വേഷിക്കേണ്ട, എൻ്റെ ഉള്ളിലുള്ള നന്മ തിന്മകളുടെ കരടികളിൽ ഞാൻ തിന്മയുടെ കരടിയെ കാര്യമായിട്ട് പരിപാലിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എല്ലാ വയലിലും താഴെ നിധിയുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ നിധി എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടണമെന്നില്ല. മണ്ണ് മാന്തി പോകുന്ന ആളുകൾക്ക് ഒരിക്കലും നിധി കണ്ടെത്താൻ പോകുന്നില്ല. അവരിങ്ങനെ തൂമ്പായ്ക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റുന്ന ഒരു മിനിമം അളവുണ്ട്. അളവിനിങ്ങനെ മണ്ണ് മുഴുവൻ കിളച്ചു പോവുക, അവരൊട്ടും വിശ്രമിക്കുന്നേയില്ല. യേശു എന്ന് പറയുന്ന ഈ നിധി കണ്ടെത്തുവാനോ സ്വന്തമാക്കാനായിട്ടോ അവർ ഒരു വിധത്തിൽ ഒരു പരിശ്രമങ്ങളിൽ ഏർപ്പെടുന്നില്ല. ആ മുകൾ മണ്ണ് മാത്രം ഇങ്ങനെ ഇളക്കി മറിച്ചു പോകുന്ന ആളുകൾക്കൊരിക്കലും അഗാധങ്ങളിൽ എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന യേശു എന്ന നിധി കണ്ടെത്താനോ ജീവിതത്തോട് ചേർത്ത് സ്വന്തമാക്കാനോ സാധ്യമല്ല. അപ്പോൾ അതിന് അഗാധമായ അന്വേഷണം ആവശ്യമാണ്. ജാഗ്രത, ജാഗരണം, ധ്യാനം, അധ്വാനമൊക്കെ ആവശ്യമാണ്. ഇതുതന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഒരു ഐതിഹ്യ ഭാഗമുണ്ട്. പറയിപെറ്റ പന്തിരുകുലം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി കുറേയധികം നല്ല പുസ്തകങ്ങൾ എഴുതിയ നരേന്ദ്രനാഥുണ്ട്. നരേന്ദ്രനാഥിൻ്റെ പുസ്തകമൊക്കെ ഒന്ന് വായിക്കുന്ന നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഒന്ന് വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല പറയിപെറ്റ പന്തിരുകുലമൊക്കെ. അതിനകത്ത് 12 മക്കളിൽ മൂത്തവനായ അഗ്നിഹോത്രി, അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്ക് എവിടെയുള്ള പാക്കനാരെന്ന് പറയുന്ന ഒരു സഹോദരൻ കാണാൻ വരുന്നുണ്ട് ആ വലിയ ഇല്ലത്ത്. അദ്ദേഹം അപ്പോൾ പൂജയിലാണെന്ന് പറയും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകൾ പറയുന്നത് അദ്ദേഹം പൂജയില്ല. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ഈ പാക്കനാർ അന്വേഷിക്കും, പറയും ഇന്ന പൂജ കഴിഞ്ഞ് ഇന്ന പൂജയിലേക്ക് ആണ്. പ്രാർത്ഥന കുറച്ച് നീണ്ടുപോകുന്നുണ്ട്. സ്വാഭാവികമാണ് അവരെ സംബന്ധിച്ച് അത്തരം പ്രാർത്ഥനാ കാര്യങ്ങൾ. എന്തായാലും പാക്കനാർ ആ മുറ്റത്തിങ്ങനെ കുത്തിയിരിക്കുക, അകത്തൊന്നും കയറാൻ തയ്യാറാവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, തമ്പുരാൻ വരാറായി? ഇല്ല, പ്രാർത്ഥനയിലാണ്. ഓരോ ദേവന്മാരോടും ദേവികളോടും ഉപാസനമൂർത്തികളോടും ഒക്കെയുള്ള പ്രാർത്ഥന ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. എന്തായാലും ഒരു നല്ല സമയം കഴിഞ്ഞ് ഈ അഗ്നിഹോത്രി എന്ന് പറയുന്ന മൂത്ത ആൾ തിരിച്ചു വരുമ്പോൾ മുറ്റത്ത് പാക്കനാരെ കാണും. പാക്കനാർ അനുജനാണെന്നറിയാം, മറ്റാർക്കും ഇതറിയില്ല. വളരെ വാത്സല്യത്തോടെ വിളിക്കുമ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു എന്ന് പാക്കനാർ ചോദിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും മന്ത്രവും പരിപാടിയൊക്കെ കഴിഞ്ഞു? ആ ചോദ്യത്തിനകത്ത് എന്തോ ഒരു മുനയുണ്ടെന്ന് അഗ്നിഹോത്രിക്ക് മനസ്സിലായി. പെട്ടെന്നാണ് അഗ്നിഹോത്രി ഒരു കാര്യം ശ്രദ്ധിച്ചത്. തൻ്റെ മുറ്റം മുഴുവൻ പാക്കനാർ ചെറിയ കുഴി എടുത്തിരിക്കുക, ചെറിയ കുഴി മന്തി വെച്ചിരിക്കുക. ഈ നേരം കൊണ്ട് മുറ്റം മുഴുവൻ വൃത്തികേടാക്കി ഈ മനുഷ്യൻ. ചെയ്തത് പാക്കനാരാകുന്നതുകൊണ്ട് കുസൃതിയല്ല, ബോധക്കേടുമല്ല, ഇതിനകത്ത് എന്തോ അഗാധമായ വെളിച്ചമുണ്ട്. എന്നാ ചോദിച്ചും പറഞ്ഞു, വെള്ളം കിട്ടുമെന്നറിയാൻ നോക്കിയതാണ്. അപ്പോഴും പാക്കനാരുടെ മുഖത്തൊരു ചിരിയുണ്ട്. വെള്ളം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്രയും ചെറിയ കുഴി കുത്തുക? എന്നിട്ട് ഈ അഗ്നിഹോത്രി പറഞ്ഞു, വെള്ളം കിട്ടാനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ മുറ്റം നിറയെ ഇങ്ങനെ കുഞ്ഞു കുഴി കുത്തി വെച്ചതിന് പകരം ഇതെല്ലാം കൂടെ ഒരു കുഴിയായിട്ട് ഒരിടത്ത് കുത്തുമായിരുന്നെങ്കിൽ അതിന് ആഴം ഉണ്ടാകുകയും വെള്ളം കിട്ടാൻ സാധ്യതയുണ്ടാകും. അപ്പോൾ പാക്കനാർ പറഞ്ഞു, പ്രാർത്ഥനയെല്ലാം നമ്മൾ പല വിധത്തിൽ നടത്തുന്നതിന് പകരം ഒരു വിധത്തിലായിരുന്നെങ്കിൽ എന്തുമാത്രം അഗാധങ്ങളിൽ ചെന്നേനെ. അപ്പോൾ വയലിന് താഴെ നിധിയുണ്ടെന്ന് യേശു പറഞ്ഞപ്പോൾ എല്ലാ വയലിനും ഒരു സാധ്യതയൊക്കെ ഉണ്ട്, എവിടെയോ നിധി കിടപ്പുണ്ട്. പക്ഷെ മുകൾ മണ്ണ് മാത്രം ഇങ്ങനെ തൂമ്പാകണ്ട് ചിക്കിച്ചകഞ്ഞു പോകുന്ന ഒരാൾക്കത് കണ്ടെത്താനായിട്ട് ഭാഗ്യം ഉണ്ടാകുന്നില്ല. അഗാധങ്ങളിൽ അന്വേഷിക്കുന്ന ഒരാൾക്ക് അതിനുവേണ്ടിയുള്ള ശ്രമം, താല്പര്യം, മെഡിറ്റേഷനൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് യേശു പറഞ്ഞ 1-2 വചനങ്ങളിൽ അവസാനിക്കുന്ന ഈ ഉപമയുടെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം കണ്ടെത്തുക എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനോ അന്വേഷണമോ അധ്വാനമോ ജാഗ്രതയുടെ ഫലം മാത്രമല്ല. ഇതിനകത്തൊരു ആകസ്മികത കൂടിയുണ്ട്. ഇതിനകത്ത് യേശുവിൻ്റെ ഒരു ഇടപെടലും കൂടെ ഉണ്ടാവും. യേശു എന്ന് പറയുന്ന അനുഭവത്തെ കണ്ടെത്തുന്നതിനകത്ത് നമ്മുടെ ഭാഗത്തെ പരിശ്രമം മാത്രം പോരാ, യേശുവിൻ്റെയും കൂടി വെളിപ്പെടുത്തൽ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പിതാവ് തീരുമാനിക്കാതെ ആരും അവനിൽ എത്തുന്നില്ല എന്നൊക്കെ യേശു പറയുന്നത്. അത്തരം ഒരു തീരുമാനം മുകളിൽ നിന്നുകൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. ആകസ്മികമായിട്ടുകൂടിയാണ് പലർക്കും ഈ ഒരു അനുഭവത്തെ കിട്ടുക. ഏറ്റവും വലിയ ഉദാഹരണം, ക്രൂശിക്കാനായിട്ട് 2 കള്ളന്മാർക്കൊപ്പം യേശുവിനെ കൊണ്ടുപോവുകയാണ്. പെസഹ പെരുന്നാൾ കൂടാനായിട്ട് ദൂരസ്ഥലത്തു നിന്ന് ശിമിയോൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഈ വഴിയരിയിൽ കൂടി നിൽക്കുന്ന 2 വശങ്ങളിലും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനകത്ത് എവിടെയോ ഉണ്ട് ഇയാളും ശിമിയോൻ. എന്നിട്ട് ഈ 3 ആളുകളെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന 3 പേരും കുരിശ് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഒരുവൻ മാത്രം വല്ലാതെ ക്ഷീണിതനാണ്.
അവൾ തളർന്നു വീഴുമെന്ന് അവൻ്റെ ഭാര്യമേരെ കുരിശും അവൻ്റെ ക്ഷീണാവസ്ഥയും ബോധ്യപ്പെടുത്തുമ്പോൾ റോമൻ പട്ടാളക്കാരോ ഈ ശിമോനെ വിളിച്ച് കുരിശ് ചുമക്കാനായിട്ട് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. ഓർക്കണം, യേശു എന്ന് പറയുന്ന ഒരാളെ ശിമോന് കിട്ടിയത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആകസ്മികമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളെ അഗാധങ്ങളിലേക്ക് നിധി അന്വേഷിച്ച് പോകുമ്പോഴും യേശു വന്ന് നിധി കിട്ടണമെന്ന് നിർബന്ധമില്ല, അതിന് അവിടുന്നും കൂടി തിരിയും. അതുകൊണ്ടാണ് യേശു തന്നെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് നിശ്ചയിക്കാത്ത ആരും എൻ്റെ വലതോ ഇടത്തോ ഒന്നും ഇരിക്കുന്നില്ല, അവനെ കണ്ടെത്തുന്നില്ല, അവനെ സ്വന്തമാക്കുന്നില്ല എന്നൊക്കെ യേശു പറയുന്നതിൻ്റെ കാരണം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായമൊക്കെ പരിശോധിച്ചാൽ, 9-ാം അധ്യായമൊക്കെ പരിശോധിച്ചാൽ ആദിമ ക്രൈസ്തവ വിശ്വാസ സമൂഹങ്ങളെ ഉന്മൂലനം ചെയ്യാനായിട്ട്, ഇല്ലായ്മ ചെയ്യാനായിട്ട് ശൗലെന്ന് പറയുന്ന ഒരു യഹൂദ മത തീവ്രവാദി എന്തൊരു അത്യുത്സാഹത്തോടെയാണ് ഒരു മതഭ്രാന്തിൻ്റെ വക്കിലെത്തിയ മനുഷ്യൻ പോകുന്നതെന്നറിയോ. ആ പോകുന്ന പോക്കിലാണ് ശൗലെ ശൗലെ എന്നുള്ള വിളിശബ്ദം കേൾക്കുകയും മറിഞ്ഞു വീഴുകയും കാഴ്ച നഷ്ടപ്പെടുകയും 3 ദിവസം ഇരുട്ടിൻ്റെ ലോകത്ത് അകപ്പെടുകയും ചെയ്യുക. പിന്നീടാണ് പൗലൂസ് എന്ന് പറയുന്ന ആളുടെ പുനർജന്മം. അതൊരു സ്നാനപ്പെടുത്തലാണെങ്കിൽ, മാമോദീസായാണെങ്കിൽ പൗലൂസ് രൂപപ്പെടുന്നത് അവിടെയാണ്. അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരാളെ നമ്മുടെ ശ്രമഫലം കൊണ്ടും മാത്രമല്ല, തമ്പുരാൻ്റെ ചില നിശ്ചയപ്രകാരവും കൂടെ കണ്ടുകിട്ടുന്ന അനുഭവമാണ്. അങ്ങനെ യേശു എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് ധാരണ കിട്ടിയാൽ, ഇപ്പോൾ നിധിയുണ്ടെന്ന് ഉറപ്പ് വന്നപ്പോൾ അത് ആരോടും പറയാതെ തൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ആ മണ്ണ് വാങ്ങി നിധി കുഴിച്ചെടുത്ത ആ ഒരു വയലിലെ പണിക്കാരനെ കുറിച്ചാണ് യേശു ഇവിടെ പറയുക. എത്രയോ വലിയൊരു കാര്യമാണ് അയാൾ ചെയ്തത്, എന്തൊരു വലിയ ഭാഗ്യത്തിന് അയാൾ ഉടമയായത്. നല്ല വില കൊടുക്കണമെന്നുള്ള യേശു എന്ന് പറയുന്ന ഒരാളെ വെറുതെ കിട്ടുന്ന ഒരു അനുഭവമല്ല. നമ്മളിങ്ങനെ പോക്കറ്റ് റോഡിൽ നിന്ന് സൗകര്യത്തിന് ഹൈവേയിലേക്ക് കയറി നമുക്ക് അനായാസം പോകാമെന്നുള്ള ധാരണ ഈ ആത്മീയ ജീവിതത്തിന് അത്ര ചേരുന്ന ഒരു കാര്യമല്ല. യേശു എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അതികഠിനമായ ചില വില കൊടുക്കാനായിട്ട് തയ്യാറാവണം. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ നിക്ഷേപം കൊണ്ടാണ് അയാൾ ഈ നിധിയുള്ള വയൽ വാങ്ങിയത്. യേശു എന്ന് പറയുന്ന ഒരാളിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തുമാത്രം സഹനങ്ങളിലൂടെയും ത്യാഗ കർമ്മത്തിലൂടെയും കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തും. ഷോർട്ട് കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. ഈ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ ശ്രമകരമായിട്ട്, അതുകൊണ്ടാണ് മുമ്പൊരു സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ വിശുദ്ധ കുർബാനയെക്കുറിച്ചും കൂടി ആദരവോടെ ഗൗരവത്തോടെ കാണാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റേണ്ടതാണ്. വിശുദ്ധ കുർബാനയുടെ സ്വീകരണം യേശുവിൻ്റെ ഒരു ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സ്വീകരണമാകുമ്പോൾ ആ മൂല്യങ്ങളിലേക്ക്, നിലപാടുകളിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് പറ്റും. യേശുവിനെ കണ്ടെത്തിയ എല്ലാവരും ആ നിധി സ്വന്തമാക്കിയിട്ടുമില്ല. ഒപ്പം ഒരു 3 വർഷക്കാലം സഞ്ചരിച്ച് അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുന്ന യൂദായെ വെറുതെ ഒന്ന് ഓർത്താൽ മതി. ഒപ്പം ഉണ്ടായിരുന്നു, നേരിട്ട് വചനങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായി, ഒരു വഞ്ചിയിൽ യാത്ര ചെയ്തു, ഒരുമിച്ച് ആഹാരം കഴിച്ചു. അവർക്കിടയിൽ ട്രഷററും കൂടിയായിരുന്നു യൂദാ. അത്രമാത്രം അടുപ്പവും വിശ്വസ്തതയും ഒക്കെ യേശു യൂദായോട് പുലർത്തിയിട്ടും യൂദാ യേശു എന്ന് പറയുന്ന ആത്യന്തിക നിധിയെ നേടിയില്ല. തിരുവത്താഴ മേശയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും കഠിനമായ വചനം ഇതാണ്: യൂദാ പുറത്തേക്ക് പോയി, പുറത്ത് അന്ധകാരമായിരുന്നു. യോഹന്നാൻ ശ്ലീഹയാണ് അത് എഴുതുന്നത് 13-ാം അധ്യായത്തിൽ. അപ്പോൾ പുറത്തെ അന്ധകാരത്തിൻ്റെ ശക്തികൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചു എന്നുള്ളതാണ്. യേശുവിനെ അറിയാഞ്ഞിട്ടല്ല, യേശുവിൻ്റെ മൂല്യങ്ങൾ നിശ്ചയമില്ലാഞ്ഞിട്ടല്ല, യേശു ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടാഞ്ഞിട്ടല്ല. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായൊരു യുവാവ് യേശുവിനെ തേടി വന്നിട്ട് മർമ്മപ്രധാനമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദ്യം മർമ്മപ്രധാനമാണ്. യേശു അവന് കൊടുക്കുന്ന ഉത്തരങ്ങൾ, കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഇതൊക്കെ പാലിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, നിൻ്റെ കുറവ് നിൻ്റെ സമ്പത്താണ്, അത് വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിൻ്റെ പരിസരത്തുള്ള ദരിദ്രരെ നീ കുറേ കൂടി ഗൗരവത്തിൽ പരിഗണിച്ചേ മതിയാവൂ, അവർക്ക് കൂടി പങ്കുവെച്ച് കൊടുക്കാനുള്ളതാണ് നിൻ്റെ ജീവിതമെന്ന് അങ്ങനെയൊരു ജീവിതം നയിക്കാത്ത അവനെ കർശനമായി യേശു ഓർമ്മപ്പെടുത്തുന്നു. ആ ഒരു ഭാഗം അവസാനിക്കുന്നത് ആ യുവാവ് നിരാശയോടെ മടങ്ങിപ്പോയി. കാരണം അവൻ ധനികനായൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അവൻ്റെ സമ്പത്താണോ വലുത്, യേശുവാണോ വലുതെന്ന് അവൻ്റെ ഉള്ളിൽ നടന്ന ഒരു സംശയവും സംഘർഷവും ഒക്കെ അവസാനം അവന് വെളിപ്പെടുത്തി കൊടുത്ത ഉത്തരം യേശു ഒന്നുമല്ല, അവൻ്റെ സമ്പത്താണ് സർവ്വതും. അങ്ങനെ സമ്പത്താണ് സർവ്വതുമെന്ന് ബോധ്യപ്പെട്ട അവൻ യേശുവെന്ന് പറയുന്ന നിത്യജീവനെ വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോകുന്നു. എന്നാലും അവൻ വ്യസനത്തോടെയാണ് മടങ്ങിപ്പോയതെന്ന് സുവിശേഷം. അവനൊരു സങ്കടമുണ്ട്. കാരണം എന്തൊക്കെയാണേലും ഈ ഒരു തിരസ്കാരത്തിലും സ്വീകരണത്തിനും ഇടയിൽ
ആരെ കൈക്കൊള്ളണം, ആരെ ഒഴിവാക്കണം എന്നുള്ള തേങ്ങൽ സംഘർഷത്തിനൊക്കെ ഇടയിൽ ഇവൻ്റെ ഉള്ളിലുള്ള അല്പമെങ്കിലും ബോധം ഇവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിത്യജീവനും യേശുവാണ് വലുത്. എന്നായിരുന്നാലും ഈ ഒരു പ്രേരണയും തള്ളലും കൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് അവൻ്റെ ഉള്ളിലുണ്ടായ സങ്കടവും അവിടെ വചനത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. പറഞ്ഞു വരുന്നത്, നിധി സ്വന്തമാക്കാനായിട്ട് നമ്മൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ വിശുദ്ധനായ ഒരു വേദശാസ്ത്ര പണ്ഡിതനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മൺപാത്രത്തിലെ നിധി എന്ന് പറയുന്ന ഫുൾട്ടൻ ജേഷീൻ ഇതൊരു മനോഹരമായൊരു പുസ്തകമാണെന്നറിയാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാം വചനത്തിൽ പറയുന്നുണ്ട്, ഈ നിധി ഞങ്ങൾക്ക് കിട്ടിയത് മൺപാത്രത്തിലാണ്. യേശു എന്ന് പറയുന്ന നിധിയെ ഞങ്ങൾക്ക് കിട്ടി ഈ മൺപാത്രത്തിലാണെന്ന് പറയുന്നു ഫുൾട്ടൻ ജേഷീൻ എന്ന് പറയുന്ന ബിഷപ്പിൻ്റെ ദൈവശാസ്ത്രജ്ഞൻ്റെ ആ പുസ്തകം ഒന്ന് വായിക്കാൻ നല്ലതാണ്. ട്രഷർ ഇൻ ക്ലേ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, മൺപാത്രത്തിലെ നിധി. ശരീരമാകുന്ന മൺപാത്രത്തിനകത്ത് ഒരു നിധിയുണ്ട്, യേശു എന്നൊരു നിധിയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഈ ശരീരമെന്ന മൺപാത്രത്തെക്കുറിച്ച് വലിയ വ്യാകുലത പിന്നെ നമുക്കുണ്ടാവുന്നില്ല. അത്യാവശ്യം വ്യാകുലത വേണം തീർച്ചയായിട്ടും, അമിതമായ വ്യാകുലത, ശ്രദ്ധ, കരുതലൊക്കെ ഇതിന് മീതെ മാത്രമാകുമ്പോൾ ഇതിനുള്ളിൽ ഉള്ള യേശു എന്ന് പറയുന്ന നിധിക്ക് ഒരു വിലയും ശ്രദ്ധയും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൺപാത്രം വീണുടഞ്ഞു പോയാലും സാരമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പല സന്ദർഭങ്ങളിൽ തൻ്റെ വിശ്വാസ കൂട്ടങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് യേശു എന്ന് പറയുന്ന നിധി കണ്ടെത്തിയാൽ മാത്രം പോരാ, സ്വന്തമാക്കാനായിട്ട് എന്തെല്ലാം വില നമ്മൾ കൊടുക്കേണ്ടി വരും. ജീവിതത്തിലെ പല കാര്യങ്ങളെയും വേണ്ടെന്ന് വെക്കാനായിട്ട്, ജീവിതത്തിലെ പല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ടൊക്കെ ശ്രദ്ധ ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗോതമ്പ് മണി നിലത്ത് വീണ് അഴുകുന്നില്ല എങ്കിൽ അതിൽ നിന്നൊരു പുതിയ നാമ്പ് ഉയരുന്നില്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആ നാമ്പ് രൂപപ്പെട്ട് കഴിയുമ്പോൾ, ഒരു ചെറിയ ഗോതമ്പ് ചെടി രൂപപ്പെട്ട് കഴിയുമ്പോൾ അതിന് മുമ്പുണ്ടായ ഒരു പെയിൻ ഉണ്ടല്ലോ, അതിനുവേണ്ടി ആ ഗോതമ്പ് മണി ഏറ്റെടുത്ത ഒരു സഹനമുണ്ട്. അത് സ്വയം ഇല്ലാതാകാനായിട്ട് തയ്യാറായി എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല. വിശുദ്ധ മാമോദീസായുടെ അവസരങ്ങളിൽ ഓരോ ശിശുവും ആ ശിശുവിന് വേണ്ടി, കുഞ്ഞിന് വേണ്ടി മുതിർന്നവർ പറയുന്നൊരു കാര്യമുണ്ട്, സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. 3 തവണ അത് പറയുന്നുണ്ട്, സാത്താനെ ഞങ്ങൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ടോ മെസ്സിഹായെ ഞങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഉപേക്ഷിച്ചത് ആരെയാണെന്നോ സ്വീകരിച്ചത് ആരെയാണെന്നോ പിന്നീടൊരു ബോധ്യം കൊടുക്കാതെയോ ബോധ്യം വരാതെയോ വളർത്തുന്നു ഈ കുഞ്ഞുങ്ങളെ മുതിർന്നവർ. അങ്ങനെ മുതിർന്നു കഴിഞ്ഞാൽ സാത്താൻ ഏതാണ്, മെസ്സിഹ ഏതാണെന്ന് പോലും നിശ്ചയമില്ലാത്ത വിധത്തിൽ സാത്താന്യ വഴികളിലൂടെ ആ തിരുവത്താഴ വിരുന്ന് മേശയിൽ നിന്ന് യൂദ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയെന്ന് പറയുന്ന ഇരുളിൻ്റെ വഴികളിലൂടെ ഈ മക്കളൊക്കെ സഞ്ചരിക്കുവാനായിട്ട് ഇടയാവുന്നു. ഓരോ ദിവസത്തെയും ദിനപത്രം വെറുതെ ഒന്ന് മറച്ചു നോക്കിയാൽ മനുഷ്യർക്ക് ഇത്രയും ക്രൂരത പരസ്പരം പുലർത്താനായിട്ട് പറ്റുമോ? ഒരു നന്മയും ഇല്ലാതായി മാറുന്നു. അത്രമാത്രം കഠിനമായ മനസ്സോടുകൂടി ജീവിക്കുന്നു മനുഷ്യർ. അപ്പോൾ യേശു എന്ന് പറയുന്ന നിധിയെക്കുറിച്ച് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും ബോധവും ബോധ്യം വരുത്തി കൊടുക്കാനായിട്ട് അവരുടെ മാതാപിതാക്കൾ മാമോദീസ എന്ന് പറയുന്ന സഭയുടെ ഏറ്റവും വലിയ കൂദാശയുടെ നേരത്ത് ദൈവവുമായി ഉണ്ടാക്കിയൊരു ഉടമ്പടിയുണ്ട്. അത് ലംഘിക്കുക എന്ന് മാത്രമല്ല ഇവിടുത്തെ അപരാധം, അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടെന്ന് പോലും അവരെ ഓർമ്മപ്പെടുത്താൻ പോലും പറ്റാത്ത വിധത്തിലേക്ക് എത്തുകയാണ്. എനിക്ക് തോന്നുന്നു സൺഡേ സ്കൂൾ അധ്യാപകരും ചെയ്യുന്ന വലിയ ശുശ്രൂഷ ഇന്ന് ഒരേ മേഖലയിൽ പോലും ഒരു സ്ഥലത്തും പോലും അവർക്ക് വലിയ ഒരു ആദരവോ അംഗീകാരമൊന്നും കിട്ടുന്നില്ല. മറിച്ച് പൊതുവെ എല്ലാ പള്ളികളിൽ നിന്ന് പറയുന്നില്ല, മിക്കവാറും എല്ലായിടത്തും അവഗണനയും പരിഹാസമൊക്കെ കിട്ടുക. അവർ ചെയ്യുന്ന ഒരു വലിയ ശുശ്രൂഷയെ കൃത്യമായിട്ട് ആർക്ക് തിരിച്ചറിയാൻ പറ്റും? ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ യേശു എന്ന് പറയുന്ന ആളും യേശുവിൻ്റെ അനുഭവവും യേശു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക. പതിയെ ഓരോ ക്ലാസ് മുമ്പോട്ട് പോരും തോറും പാഠങ്ങൾ കുറച്ചും കൂടി ഗൗരവമാക്കി കൊണ്ടുവരുന്നു. എന്തൊരു വലിയൊരു ശുശ്രൂഷയുടെ മേഖലയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ സൺഡേ സ്കൂൾ എന്ന് പറയുന്ന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. അവർ ചെയ്യുന്ന വലിയ ഉത്തരവാദിത്വം അത്രയും വലുതാണ്. അതുകൊണ്ട് എന്തുമാത്രം പ്രാർത്ഥനയോടെ, എന്തുമാത്രം ഒരുക്കത്തോടു കൂടി നമുക്ക് ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ അത് ആ ചെറിയ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപഴകി ചെയ്യാനായിട്ട് കുറച്ചും കൂടി നമ്മളെ തന്നെ ഒന്ന് തയ്യാറെടുപ്പ് നടത്തുക. കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ വലിയ നിധി ഉണ്ടെന്നും നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മളതിനെ അവഗണിച്ച് കളഞ്ഞ് ജീവിക്കുവാണെന്നും തിരിച്ചറിയണം. ഈ യേശുവിനെ കിട്ടിയാലോ, ഈ നിധി കിട്ടിയാലോ, ഈ വയൽ വാങ്ങിച്ചാലോ, ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തിയാണ് ഈ വയൽ വാങ്ങിച്ചെന്ന് വിചാരിക്കുക. പിന്നെന്ത് സംഭവിക്കും? പിന്നെ സംഭവിക്കാനും ചില ദുരന്ത സാധ്യതകളുണ്ട്. മറിയത്തിന്
12 വയസ്സുള്ള യേശുക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ത്യാഗ കർമ്മത്തിലൂടെ നമ്മൾ നേടിയെടുത്ത യേശു നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കിട്ടിയതിൻ്റെ പേരിൽ നമ്മൾ അലസരായിട്ട് ജീവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ധ്യാനമായാലും പ്രാർത്ഥനയായാലും വിശുദ്ധ കുർബാനയായാലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ ഒരു തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് സംഭവിക്കണം. വിശുദ്ധ കുർബാന അനുഭവമൊക്കെ ഇങ്ങനെ ആളുകളൊക്കെ പറയും, ഈ വിശുദ്ധ കുർബാന ഒരു ഞായറാഴ്ച നടന്ന് അതേപടി പിറ്റേ ഞായറാഴ്ച അല്ലെങ്കിൽ പിറ്റേ ശനിയാഴ്ച ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്കൊക്കെ വല്ലാതെ മടുത്തിട്ടുണ്ട് കാര്യം. പിന്നെ അച്ഛന്മാരൊക്കെ നിങ്ങളെങ്ങനെയത് കൈകാര്യം ചെയ്യുക എന്നാണ് പലരും ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇതേ ഉള്ളൂ, ലഭിച്ച യേശുവും അവൻ്റെ കൃപകളുമൊക്കെ ഒരുവനിൽ നിലനിൽക്കണമെങ്കിൽ അവൻ അത്തരമൊരു വഴികളിലൂടെ സഞ്ചരിച്ചേ മതിയാവും. അങ്ങനെ ഒരു വിധത്തിലൂടെ സഞ്ചരിച്ചില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെൽഫോൺ കുറേ നേരം നമ്മളതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജ് കുറഞ്ഞു പോകുന്നത് പോലെ തന്നെ അത് പ്രവർത്തനരഹിതമായി മാറുന്നു. അപ്പോൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ സംസർഗം തിരുവചന വായനയിലൂടെ എല്ലാ ദിവസവും എപ്പോഴെങ്കിലും ഒരു നേരം നമ്മളൊന്ന് സ്വസ്ഥമായി സുവിശേഷം വായിക്കാനായിട്ട് സമയം കണ്ടെത്തേണ്ട ആവശ്യം എന്തുമാത്രം വലുതാണ്. ഇന്ന് നമ്മുടെ വീടുകളിൽ, പ്രത്യേകിച്ച് സുറിയാനി ക്രിസ്ത്യാനികളുടെ വീടുകളിൽ സന്ധ്യ എടുത്തു കഴിഞ്ഞാൽ എത്ര വീടുകളിൽ പ്രാർത്ഥന ഉണ്ടാവും. അതിനുള്ള ഒരു ഉത്തരം എല്ലാവരും ഒന്നും ആ സമയത്ത് ഇല്ലെന്നുള്ളതാണ്. അപ്പന്മാർ മിക്കവാറും കാണില്ല, കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമെത്തും. അമ്മമാരാവട്ടെ പകലത്തെ ജോലി കഴിഞ്ഞ് വന്നവർ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ വ്യാപൃതരാണ്. കുട്ടികളാവട്ടെ ഇക്കാലത്തെ പഠനത്തിൻ്റെ ഒരു സങ്കീർണത കൊണ്ട് പഠിത്തം കഴിഞ്ഞ് വന്നാലും അവർ സ്കൂളിൽ തന്നെയാണ്, വീടും സ്കൂളായിട്ട് മാറുന്നു. ഹോംവർക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. നേരത്തെ കിടന്നാൽ മാത്രമേ പുലർച്ചെ എണീക്കാൻ പറ്റൂ. ഇതിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന സത്യം പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയാണ്. അതിന് വീടുകളിലൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തുക. തങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തുന്നുണ്ട് നമ്മൾ. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൂട്ടായ പ്രാർത്ഥന ഇല്ലാതായി പോകുന്നു. ഇന്നലെ പ്രാർത്ഥിച്ചതല്ലേ, നാളെ ഇതുതന്നെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ, എന്നാൽ പിന്നെ ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്താണെന്നുള്ള ചോദ്യത്തിനകത്ത് ഒരുപക്ഷെ ഭൂമിയുടെ യുക്തി കാണുമായിരിക്കും. പക്ഷെ ഓർക്കുക, എല്ലായ്പ്പോഴും ഇങ്ങനെ സംസർഗത്തിലായില്ല എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിധിയുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് ഇല്ലാതായി പോയാലോ. വയലിലും മീതെ വെറുതെ ഇങ്ങനെ മാന്തിക്കുഴിച്ച് പോകുന്നവർക്ക് കിട്ടുന്ന ഒന്നല്ല യേശു, മറിച്ച് അഗാധങ്ങളിൽ അന്വേഷിക്കുന്നവർക്ക് മാത്രം കണ്ടുകിട്ടുന്നൊരു കാര്യമാണ്. കണ്ടുകിട്ടുന്നതാവട്ടെ നമ്മുടെ അന്വേഷണം കൊണ്ടോ നേട്ടം കൊണ്ടോ ആണെന്ന് ഭാവിക്കാതെ അത് ദൈവത്തിൻ്റെ ഒരു തീരുമാനവും ദാനവുമായിരുന്നു. അവസാനം കുറച്ചും കൂടി അപകടം പിടിച്ചതാണ്, ഇത് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ടെന്ന് മറിയം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. നഷ്ടപ്പെട്ടാലാവട്ടെ അവനവൻ്റെ ദേവാലയത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു മനസ്സ് കാണിക്കുക. ദേവാലയത്തിൽ നിന്ന് നഷ്ടപ്പെട്ട പോയ യേശുവിനെ കൂട്ടിക്കൊണ്ടുപോവുക. ഈ നിധിയുടെ മീതെ ജീവിപ്പാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ മൺപാത്രത്തെ നമുക്ക് കുറേയൊക്കെ വിട്ടുകളയാൻ പറ്റും. മൺപാത്രത്തിൻ്റെ വേദന, നിധിയുടെ ആ ഒരു സൗരഭ്യവും സുഗന്ധവും ശ്രേഷ്ഠതയുമൊക്കെ ധ്യാനിക്കുമ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് വിസ്മരിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള യേശു എന്ന് പറയുന്ന ശ്രേഷ്ഠമായ നിധിയെ ധ്യാനിപ്പാനായിട്ട് ഈ ഒരു വേദഭാഗവും സന്ദേശവും എവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ആശംസിക്കുന്നു.